ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ നോമ്പ് നാളുകളുടെ 31 ദിവസം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ മുന്തിരി തോട്ടത്തിൻ്റെ ഒരു ഉപമയാൽ നമ്മുടെ ജീവിതത്തിലെ സത്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു വേദഭാഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിൽ പറയുന്നു, ആദ്യത്തെ വാക്കിൽ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്ന ഒരു ദൈവം. നമ്മുടെ ജീവിതത്തിലും അനേകം പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും വിഷമിക്കാറുണ്ടല്ലേ? വിഷമിക്കുമ്പോഴും നമ്മൾ അതിൽ കൂടുതൽ ചിന്താകുലരാകുമ്പോഴും നമുക്ക് പ്രത്യാശ നൽകേണ്ടുന്ന ഒരു വേദഭാഗമാണിത്. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊന്നും ഒരിക്കലും നമ്മളെ തളർത്തിക്കളയുവാനായിട്ടുള്ളതല്ല, മറിച്ച് അത് നമ്മളെ കൂടുതൽ വിശ്വാസത്തിൽ വർദ്ധിപ്പാനും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കാനും ഉള്ളതാണ് എന്ന് തിരിച്ചറിയുന്നു. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പാനും നമ്മൾ വിശ്വാസത്തിൽ കൂടുതൽ വേരൂന്നിയവരായി ജീവിപ്പാനുമാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ എന്ന് ഈ വേദഭാഗം ഓർമ്മിപ്പിക്കുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. നമ്മുടെ ബൈബിളിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യം എന്നത് ക്രിസ്തുയേശുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്നുള്ളതാണ്. ക്രിസ്തുയേശുവിൻ്റെ കൃപയുടെ തണലിലാണോ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത് എന്നീ നോമ്പുകാലത്തിൽ ചിന്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ക്രിസ്തുയേശുവിൻ്റെ കൃപയാൽ മാത്രമേ നമുക്ക് പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുവാൻ സാധിക്കുന്നുള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് അടിവരയിട്ട് ബൈബിളിൽ പറയുന്നു. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് ദൈവത്തോടു കൂടെ ആയിരിക്കണം. കർത്താവിനോട് കൂടെയുള്ള ജീവിതത്തിൽ വസിച്ചിട്ടല്ലാതെ നമുക്കൊരിക്കലും അനുഗ്രഹങ്ങളോ മനോഗുണങ്ങളോ ഒന്നും നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. നമുക്ക് അനുഗ്രഹങ്ങൾ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അനുഗ്രഹത്തിലേക്കുള്ള ഒരു പാതയാണ് ക്രിസ്തുയേശു എന്നത്. ക്രിസ്തുയേശുവിൻ്റെ കൃപയും ക്രിസ്തുയേശുവിൻ്റെ ഭാവത്തിലും ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ നോമ്പ് കാലത്തിൽ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ നോമ്പ് നാളുകളിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രിസ്തുയേശുവിൻ്റെ തണലിലായിരിക്കാനും ക്രിസ്തുയേശുവിൻ്റെ ഇഷ്ടം ഞങ്ങളിൽ നിറവേറുവാനുമായി സഹായിക്കണമേ. കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറണമേ. നിൻ്റെ താല്പര്യങ്ങൾ നിറവേറണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ കുഴപ്പങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അത് ദൈവിക പദ്ധതി പ്രകാരമാണ് എന്ന് തിരിച്ചറിയുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചും ദൈവത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചും ജീവിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ നോമ്പ് കാലത്തിൽ ഒരു തീരുമാനം എടുക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.